മാർത്താണ്ഡത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യാശ്രമം നടത്തിയ വിദ്യാർത്ഥിനി മരിച്ചു. നെയ്യാറ്റിങ്കര കത്തിപ്പാറ സ്വദേശിനി അൻസിജിയാണ് മരിച്ചത്. നഴ്സിംഗ് 3-ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു അൻസിജി. കോളേജിലെ അധ്യാപകരിൽ നിന്നുള്ള മാനസിക പീഡനമാണ് ആത്മഹത്യാശ്രമത്തിന് പിന്നിൽ എന്ന കുടുംബത്തിന്റെ ആരോപണമുണ്ട്. പ്രദീപ് പാറശാല ചേരുന്നു വിവരങ്ങളുമായി. പ്രദീപ്, ഏതായാലും ഇത്തരത്തിൽ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. കോളേജിലെ അധ്യാപകരുടെ നിന്നും നേരിട്ട മാനസിക പീഡനമാണ് ഈ ഒരു ആത്മഹത്യയ്ക്ക് കാരണം എന്നതാണ് കുടുംബം അടക്കം ആരോപിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി പറയും പോലെ തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. അത് കൃത്യമായിട്ടും മാർത്താണ്ഡത്തെ ഒരു സ്വകാര്യ നഴ്സിംഗ് കോളേജിന്റെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് കഴിഞ്ഞ ഒരു 2 ദിവസത്തിന് മുന്നെയാണ് ഇത്തരത്തിൽ 21 വയസ്സുള്ള അൻസിജ 3-ാം വർഷ വിദ്യാർത്ഥിനിയാണ് ഈ കുട്ടി മുകളിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. തുടർന്ന് ആ സ്ഥലത്തുള്ള, അതായത് മാർത്താണ്ഡത്തിനടുത്ത് കരിങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ആദ്യം ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നത്. അതിനുശേഷമാണ് വീട്ടുകാരെ ഈ ആശുപത്രി അധികൃതരാണ് വിളിക്കുന്നത്. വീട്ടുകാർ ആ സമയം പോകുന്ന സമയത്ത് കോളേജിലെ അധ്യാപകരോ മറ്റാരും തന്നെ ആശുപത്രിയിൽ ഇല്ലായിരുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. കോളേജിലെ അധ്യാപകരിൽ നിന്നുള്ള മാനസിക പീഡനമാണ് ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തിയത് എന്നാണ് പറയുന്നത്. തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു മരണപ്പെടുന്നത്. കന്യാകുമാരി ജില്ലയിലെ കരിങ്കലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ നഴ്സിംഗ് കോളേജിന്റെ കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് ഇത്തരത്തിൽ എടുത്തു ചാടുന്നത്. ചാടിയതായിട്ടാണ് ഈ അധ്യാപകർ രക്ഷകർത്താക്കളോടും പിന്നെ പോലീസിനോടും പറയുന്നത്. കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ഈ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഈ ഭക്ഷണത്തിന്റെ മോശം അത് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ആ കോളേജിൽ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് മുതലാണ് ഇത്തരത്തിൽ ഒരു നോട്ടപ്പുള്ളിയാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധത്തിനുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തൊട്ട് സമീപത്ത് ഒരു സ്വകാര്യ ഹോസ്റ്റലിൽ തന്നെ പിന്നെ താമസിച്ചുകൊണ്ടാണ് പഠിക്കാൻ വേണ്ടി വന്നിരുന്നത്. ആ സമയത്ത് പല കാരണങ്ങൾ പറഞ്ഞും ഇത്തരത്തിൽ അൻസിജയെ വിളിക്കുകയും മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലാണ് മറ്റുള്ള വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കളോട് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രക്ഷകർത്താക്കൾ കരിങ്കലിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത്. എന്തായാലും പ്രിൻസിപ്പളിനെതിരെയും മാനേജ്മെന്റിനെതിരെയും കൃത്യമായിട്ട് ഈ മരണത്തിലെ ദുരൂഹത കൊണ്ടുവരണമെന്നും അവർക്കെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നതും അവർ ശക്തമായ നിലയുറപ്പിച്ചിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ അൻസിജിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിങ്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് അവിടെ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. ഇനി മറ്റുള്ള ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നു വരികയാണ്. ഇതിന് ശേഷമാണ് എന്തായാലും കുടുംബം പ്രതികരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. എന്താണ് അവർ മൃതദേഹം സ്വീകരിക്കുമോ അതോ മറ്റു തരത്തിൽ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ വരും മണിക്കൂർ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. ദീപ്തി, ശരി, ഇന്നലും ദാരുണമായ വാർത്തയാണ് വരുന്നത്. മാർത്താണ്ഡത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജിന്റെ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യാ ശ്രമം നടത്തിയ വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. നെയ്യാറ്റിങ്കര കത്തിപ്പാറ സ്വദേശിനിയായ അൻസിജിയാണ് മരിച്ചത്. നഴ്സിംഗ് 3-ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു അൻസിജി. ഈ സംഭവത്തിന് എന്തായാലും കോളേജിലെ അധ്യാപകർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് അല്ലെങ്കിൽ ആരോപണമാണ് കുട്ടിയുടെ കുടുംബം ഉയർത്തുന്നത്. കോളേജിലെ അധ്യാപകരിൽ നിന്നും മാനസികമായ പീഡനമാണ് കുട്ടിക്ക് നേരിട്ടത്. ഇതാണ് ആത്മഹത്യയ്ക്ക് കാരണം എന്നതാണ് എന്തായാലും കുടുംബം ആരോപിക്കുന്നത്. പ്രദീപ് പാറശാലയാണ് വിവരങ്ങൾ നൽകിയത്.